കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രദക്ഷിണത്തിനെ കുറിച്ചാണ്. പ്രദക്ഷിണത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എളുപ്പം ചെന്നിട്ട് ഓടി പ്രദക്ഷിണം വെക്കാൻ പാടില്ല. ഒരു 10 മാസം ചെന്ന ഒരാളുടെ തലയിൽ, 10 മാസം ചെന്ന ഒരു സ്ത്രീയുടെ തലയിൽ ഒരു കുടത്തിൽ വെള്ളം എങ്ങനെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ എത്ര പതുക്കെയാണ് നടക്കുന്നത്, അതുപോലെ വേണം നമ്മൾ പ്രദക്ഷിണം ചുറ്റി വരാൻ. അതുപോലെ തന്നെ ഓരോ ദേവന്മാർക്ക് എത്ര പ്രദക്ഷിണം വെക്കണം എന്നുള്ളതും ചേച്ചി ഇപ്പോൾ പറഞ്ഞു തരാം. നമ്മുടെ ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവിക്കും വിഷ്ണുവിന് 4, നമ്മുടെ ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6, അരയാലിന് 7. അരയാലിന് രാവിലെ തൊട്ട് ഉച്ച വരെ പ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളൂ. ഉച്ച കഴിഞ്ഞ് പ്രദക്ഷിണം വെക്കരുത്, അത് ദോഷമാണ്. പിന്നെ ശിവഭഗവാന്റെ അമ്പലത്തിൽ മാത്രം തൊഴുമ്പോൾ നമ്മൾ ഇരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ബാക്കി എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ കുറച്ച് നേരം 5 മിനിറ്റ് ഇരുന്നിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അമ്പലത്തിലാണെങ്കിൽ ഭഗവാന് കഴുകിയിട്ട് വെള്ളം കളയൂല.